തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2021 ജനുവരി 3 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയും, യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 28 മുതൽ 45-ാം അധ്യായം 4 വരെയും, തിമോത്തിയോസിലെ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയും, ലൂക്കാസ് വിശുദ്ധ 4-ാം അധ്യായം 16 മുതൽ 22 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഗൗരവമാമിതം നാം പരിശോധിക്കേണ്ടതുണ്ട്. നാം ഈ ഭൂമിയിൽ വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ ഈ ലോകത്ത് പ്രയോഗവൽക്കരിക്കാനാണ്, ആനുകാലിക ലോകത്ത് അടയാളപ്പെടുത്താനാണ്. വ്യക്തിജീവിതത്തിൽ, സാമൂഹ്യമായ ബന്ധങ്ങളിൽ ഒക്കെ നാം പുലർത്തേണ്ട ഒരു മാനമാണിത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നാം നിയോഗിക്കപ്പെടുന്നു. അവനെ പ്രയോഗവൽക്കരിക്കാൻ നാം നിയോഗിക്കപ്പെടുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. യേശു ഈ ബോധത്തിൽ നിലനിന്നു. അതുകൊണ്ട് തൻ്റെ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്ന് പതിവ് പോലെ സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. യേശയുടെ ഗ്രന്ഥം അവന് നൽകപ്പെടുന്നു. ആ ഗ്രന്ഥത്തിൽ നിന്ന് അവൻ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട് എന്ന് എത്രത്തോളം നമുക്ക് ബോധ്യമുണ്ടാകുന്നുവോ, യേശുവിൻ്റെ അകമേ വസിക്കുന്നുണ്ട് എന്ന പരമാർത്ഥം നാം എത്രത്തോളം തിരിച്ചറിയുന്നുവോ, അതിൻ്റെ പേരാണ് അഭിഷേകം. അങ്ങനെ ഒരു അഭിഷേകം നമ്മിലുണ്ടെങ്കിൽ, അല്ലാതെ പുറമേ നിന്ന് വരുന്ന ഒന്നല്ല, അങ്ങനെ ഒരു അഭിഷേകം നമ്മിലുണ്ടെങ്കിൽ, അവനകമേ വസിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവാണ് നമ്മുടെ മേലുള്ളത്, നമ്മുടെ ജീവിതം ദൈവനിയോഗമാണ് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയുമ്പോൾ നിശ്ചയമായും ജീവിതം അർത്ഥപൂർണമായിട്ട് മാറും. അപ്പോഴാണ് ദൈവം നമ്മിൽ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ നമുക്ക് കഴിവുണ്ടാകുക. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവമാണ് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ധാരണ ജീവിതത്തിനകത്തുണ്ടാകണം. എന്നെ അയച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് സൗഖ്യമുണ്ടാകാനാണ്, അവർക്ക് വിടുതലുണ്ടാകാനാണ്, ബന്ധിതർക്ക് ആശ്വാസം ലഭിക്കാനാണ്, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനാണ്, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ്, ദൈവത്തിൻ്റെ മഹത്വവും ഭീതിജനകവുമായ രണ്ടാം വരവിനെക്കുറിച്ച് ആനുകാലിക ലോകത്തിനെ പഠിപ്പിക്കാനാണ് എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച ബോധ്യം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ സാമാന്യമായി നാം ചെയ്യുന്ന പ്രവൃത്തികൾ, നടത്തുന്ന ജീവസന്ധാരണ പ്രവൃത്തികളൊക്കെ ദൈവോന്മുഖമായിട്ട് മാറും, പ്രഘോഷണമായിട്ട് മാറും. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് അവനവനുപേക്ഷയുടെ കണിക ഉണ്ടാകുമ്പോൾ, അവരിന് വേണ്ടിയാണെല്ലാം ചെയ്യുന്നതെന്ന് വരുമ്പോൾ ക്രിസ്തു പ്രകാശിക്കപ്പെടുകയാണ്. ആ ക്രിസ്തുവിലൂടെ ലോകം രക്ഷയുടെ വെളിച്ചം അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഒരു ജീവിത സമീപനം നമുക്കുണ്ടാകാൻ എത്രത്തോളം തടസ്സമുണ്ട് എന്ന് ഗൗരവമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മെ കേന്ദ്രീകരിച്ചൊരു ജീവിതത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിറവേറ്റാൻ വേണ്ടി, ജീവിത സാധ്യതകളെല്ലാം നമുക്ക് വേണ്ടി പ്രയോജനകരമായി ഉപയോഗിക്കാൻ, ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ, അങ്ങനെ സ്വന്തം നിലനിൽപ്പിനും സ്വന്തം നിലപാടുകൾക്കും വേണ്ടിയാണ് ജീവിതം എന്ന തെറ്റായ ബോധ്യം പലപ്പോഴും നമ്മെ ഭരിക്കുന്നു. ഈ ഭരിക്കപ്പെടുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ പ്രകാശിക്കുന്നതായ അനുഭവം നമുക്കില്ലാത്തത്. ദൈവമകമേ വസിക്കാത്തത് കൊണ്ടല്ല, അത് അഭിഷേകമായി മാറുന്നില്ല. അഭിഷേകം എന്നത് ഇൻവോക്കിംഗ് സ്പിരിറ്റാണ്. അവനവനകത്തു തന്നെയുള്ള ഈ ദൈവബോധത്തെ പുറമേ കൊണ്ടുവരലാണ്. അങ്ങനെ കൊണ്ടുവരുന്നൊരു ബോധം ക്രിസ്തുവിനുണ്ടായിരുന്ന ബോധം പലപ്പോഴും നമുക്കുണ്ടാകുന്നില്ല എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നവരെയും തൊലി ഉരിഞ്ഞെടുക്കുന്നവരെയും അസ്ഥികൾ തകർക്കുന്നവരുടെയും ഇടയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിന് ശക്തിയായി മാറാൻ ഇങ്ങനെ അയക്കപ്പെടുന്ന ഒരാളാണ് ഞാനെന്ന ബോധ്യം എനിക്കില്ലാത്തതുകൊണ്ട് ലോകത്ത് കഷ്ടതയും വേദനയും ഞെരുക്കവും അടിച്ചമർത്തൽ അനുഭവിക്കുന്നവരുടെ മധ്യേ ക്രിസ്തുവിൻ്റെ പ്രകാശമായി മാറാൻ എനിക്ക് കഴിയുന്നില്ല. ഇനി നിങ്ങൾക്ക് ദർശനമില്ലാത്ത രാത്രിയും ഭാവിഫലം അറിയാനാത്ത അന്ധകാരവുമായിരിക്കും ഉണ്ടാവുക. പ്രവാചകന്മാരുടെ സൂര്യൻ അസ്തമിക്കും, പകൽ അവർക്ക് ഇരുട്ടായി മാറും. ദീർഘദർശികൾ അപമാനിതരാകും, ഭാവി പറയുന്നവർ ലജ്ജിതരാകും, ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കായകയാൽ അവർ വായ്പൊത്തും. ഇത് ഒരു കാലത്ത് സംഭവിച്ച, ദൈവം ഉത്തരം പറയുന്നതിന്, ക്രിസ്തുവിനെ അയക്കുന്നതിന് മുമ്പ് സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് യെശയ്യാ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്. എന്നിട്ട് എന്താണ്? നീതിയെ വെറുക്കുകയും രുജുവായതെല്ലാം വളച്ചു കിട്ടുകയും ചെയ്യുന്നവർ, രക്തത്താൽ നിങ്ങൾ സിയോൻ പണിതുയർത്തുന്നു, അധർമ്മത്താൽ ജെറുസലേമും അതിൻ്റെ ന്യായാധിപന്മാർ കോഴ വാങ്ങിക്കുന്നു, പുരോഹിതന്മാർ കൈക്കൂലി വാങ്ങി പഠിപ്പിക്കുന്നു, പ്രവാചകന്മാർ പണത്തിന് വേണ്ടി ഭാവി പറയും. ഇതൊക്കെ നമുക്ക് സംഭവിക്കാവുന്ന അപജയങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കാം. പക്ഷെ സ്വാഭാവികമായി നമുക്കുണ്ടാകാവുന്ന ഈ അധമഭാവങ്ങൾ ജീവിതത്തിലുണ്ടാകാം. എന്നിട്ടും അവർ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നത്, കർത്താവ് നമ്മുടെ മധ്യത്തിലില്ലേ, നമുക്കൊരനർത്ഥവും വരികയില്ല. നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും,
ജെറുസലേം നാശകൂമ്പാരമാകും, ദേവാലയഗിരി വനമായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകാശം പരത്താത്ത അനുഭവം നമുക്കുണ്ടായാൽ, നമുക്ക് പ്രകാശം പരത്താൻ കഴിയാതെ പോയാൽ നമുക്കത് അപകടകരമായി ലോകത്തിന് തന്നെ സംഭവിക്കുന്ന ഒന്നായിട്ട് മാറുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ദൗത്യം മറന്നു പോകുമ്പോൾ. അതുകൊണ്ട് എന്താണ് കർത്താവ് പ്രവാചകനിലൂടെ അരുൾ ചെയ്യുന്നുണ്ട്, തൻ്റെ അഭിഷിക്തനായ സൈറസിനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പേ മലമുകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ എൻ്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. അങ്ങനെ ദൈവം നമ്മെ നമ്മുടെ കുറവുകൾ പരിഗണിക്കാതെ വിളിക്കുന്നുണ്ട്, ആനുകാലിക ലോകത്ത് രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുക്കാൻ വേണ്ടിയെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അത് അകലങ്ങളിൽ പോയി എന്ന് പറയുന്നതിനെ കുറിച്ചല്ല, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾക്കകത്ത് പ്രയോഗപരമായി ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുകയാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും നല്ല മാർഗം, ഏറ്റവും അനുചിതമായ മാർഗമെന്ന് വചനം പറയാണ്. ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. പൗലോസ്ലീഹ ഇത് പറയുമ്പോൾ തൻ്റെ ജീവിതം ഇപ്രകാരം അർപ്പിച്ചതിന് വെളിച്ചമാണ്, ആ വെളിച്ചമാണ് സുവിശേഷമായിട്ട് താൻ പുറപ്പെടുവിച്ചതെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പീഡനങ്ങളിലും കഷ്ടപ്പാടുകളിലും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രയിലും സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും ഒക്കെ നീ കൂടി മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ എന്ന് തിമോത്തിയോസിനോട് ശ്ലീഹ പറയും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. തൻ്റെ ജീവിത സഹനങ്ങളെ മുൻനിർത്തിയിട്ടാണ് ശ്ലീഹ പറയുന്നത്, ഇത് ക്രിസ്തുമാർഗമാണ്, ഇങ്ങനെ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ക്രിസ്തുവിന് പിൻചൊല്ലാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. നീ പഠിച്ചിട്ടുള്ളവയും ഉറപ്പായി വിശ്വസിച്ചുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. ആ പഠിച്ചിട്ടുള്ളത് ഈ അനുഭവങ്ങൾക്കകത്ത് അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെട്ടൊരുവനിലാണെന്ന് ഓർക്കണം. അതുകൊണ്ട് സഭ അനുഭവിച്ച ദീർഘകാലത്തെ പീഡകളും വേദനകളും ഒക്കെ നമുക്ക് മാതൃകയാണ്. സഭയിൽ വിശുദ്ധാത്മാക്കൾ സഹിച്ച സഹനങ്ങൾ നമുക്ക് മാതൃകയാണ്. സഹനങ്ങളുടെ മധ്യേ അവർ ഉയർത്തിക്കാട്ടിയ ക്രിസ്തുബോധം പ്രധാനപ്പെട്ടതാണ് എന്ന് വചനം പറയണം. യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിജ്ഞാന ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളവയാണല്ലോ. ഈ പഠിച്ചറിഞ്ഞിട്ടുള്ള ലിഖിതങ്ങൾ ആനുകാലിക ജീവിതകാലത്ത് നമ്മുടെ ജീവിതം വഴി പ്രകാശിപ്പിക്കാൻ സഹനങ്ങളുടെ മാർഗത്തിലൂടെ, സമർപ്പണത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെന്നാണ് വചനമെന്ന് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അകമേ ക്രിസ്തു ഉണ്ടെന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞും ആ ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെന്ന ബോധ്യത്തോടെ ഉറച്ചു നിന്നും ആ ബോധ്യത്തിനനുസരിച്ച് ജീവിതത്തെ വ്യയം ചെയ്തും ക്രിസ്തുവിനെ പ്രയോഗവൽക്കരിക്കാൻ, ആനുകാലിക ലോക ചുറ്റുപാടുകളിൽ ക്രിസ്തുവിൻ്റെ നറുമണമായി മാറാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ. ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് ഞങ്ങളെയും അടയാളപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.